നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യുമോ? ന്യൂയോർക്ക് മേയർ സുഹ്റാൻ മംദാനി കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതോടെയാണ് ഈ ചോദ്യം ശക്തമായത്. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന നിലപാടുകാരനാണ് മംദാനി. ഒന്നും നടക്കുന്നില്ല എന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. അതായത് ജൂതന്മാർക്ക് വലിയ സ്വാധീനമുള്ള നഗരമാണ് ഈ ന്യൂയോർക്ക്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹു യുദ്ധക്കുറ്റം ചെയ്തുവെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ പല രാജ്യങ്ങളിലും അദ്ദേഹം അറസ്റ്റ് ഭീഷണി നേരിടുന്നുണ്ട്. അമേരിക്കയുമായി അടുത്ത സൗഹൃദമുള്ളതിനാൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. എന്നാൽ ന്യൂയോർക്കിൽ കാര്യങ്ങൾ മറിച്ചാകാനുള്ള സാധ്യതയുണ്ട്. ന്യൂയോർക്കിലാണ് UN ജനറൽ അസംബ്ലി നടക്കാൻ പോകുന്നത്. നെതന്യാഹു ഹേഗിലാണ് ഉണ്ടാകേണ്ടത് എന്ന് മംദാനിയും പറഞ്ഞു. അപ്പോൾ UN അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ പരാമർശിച്ചാണ് അദ്ദേഹം ഇപ്രകാരം വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര കോടതിയുടെ ആസ്ഥാനം നെതർലൻഡ്സിലെ ഹേഗിലാണ്. നെതന്യാഹു യുദ്ധ കുറ്റവാളിയാണ്. അന്താരാഷ്ട്ര കോടതി കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും പലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ കൂട്ട ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ 2024 ഹേഗിലെ കോടതി നെതന്യാഹു യുദ്ധക്കുറ്റം ചെയ്തു എന്ന് പ്രഖ്യാപിച്ചത്. വരുന്ന സെപ്റ്റംബറിലാണ് ന്യൂയോർക്കിൽ UN ജനറൽ അസംബ്ലി നടക്കുക. ലോക നേതാക്കളെയെല്ലാം ഈ വേളയിൽ ന്യൂയോർക്കിലെത്തും. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ നെതന്യാഹുവും എത്തേണ്ടതാണ്. വിദേശ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യം മംദാനി ന്യൂയോർക്ക് പോലീസ് വകുപ്പുമായി ചർച്ച ചെയ്തു. നിയമപരമായ വശങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് എന്നും ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമെന്നാണ് മംദാനിയുടെ വാക്ക്. അന്താരാഷ്ട്ര കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെ അറസ്റ്റ് ചെയ്യണമെന്ന് മുമ്പും നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് മംദാനി. ന്യൂയോർക്ക് മേയർ എന്ന നിലയിൽ മംദാനിക്ക് വലിയ അധികാരമാണുള്ളത്. അതേസമയം മംദാനിക്കെതിരെ ഇസ്രായേൽ രംഗത്ത് വന്നു. മേയർ എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് പകരം ആന്റി സെമിറ്റിസം വളർത്താനാണ് മംദാനി ശ്രമിക്കുന്നു എന്നാണ് UN ഇസ്രായേൽ അംബാസിഡർ വ്യക്തമാക്കിയത്. എന്നാൽ ഇതൊന്നും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കില്ല എന്നും പ്രധാനമന്ത്രി നെതന്യാഹു ന്യൂയോർക്കിൽ വരും, UN ജനറൽ അസംബ്ലിയിൽ സംസാരിക്കും, ലോകത്തിനു മുന്നിൽ ഇസ്രായേലിന്റെ സത്യം തുറന്നു പറയുമെന്നുമൊക്കെയാണ് വാദം. എന്തായാലും നെതന്യാഹു അറസ്റ്റിലാകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.